ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഇന്നൊരു യാത്ര പോവുകയാണ്. അപ്പോൾ രാവിലെ പക്ഷേ കുറച്ച് സമയമുണ്ട്. കാര്യം ഉച്ച കഴിഞ്ഞാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ രാവിലെ കുറച്ച് റിലാക്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ കാര്യം പോകാനുള്ള ഒരുക്കങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ റെഡിയാണ്. അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുകയാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന്. അതായത് പാൽപ്പുട്ട് കുറേ നാളായിട്ട് കുറച്ച് പോപ്പുലറായിട്ടിരിക്കുന്നൊരു കാര്യമാണ് പാൽപ്പുട്ട്. അപ്പോൾ പാൽപ്പുട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ചിരട്ടപ്പുട്ടായിട്ടും ചെയ്യാം, അല്ലാണ്ട് പുട്ടുകുറ്റിയിലും ചെയ്യാം. അപ്പോൾ ഒരു പാൽപ്പുട്ട് ഉണ്ടാക്കിയാലോ എന്നൊരു തോട്ട്. അപ്പോൾ രാവിലെ തന്നെ പാൽപ്പുട്ട് ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലായി. അതുകൊണ്ട് നമ്മൾ പാൽപ്പുട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ പലരും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഞാൻ എൻ്റെ ഒരു വേർഷനാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഒന്ന് കണ്ടാലോ, നോക്കാം അല്ലേ. ഞാൻ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ 2-3 കാര്യങ്ങൾ ചേർക്കും. അതായത് പുട്ടിൻ്റെ മാവ്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ആൽമണ്ട്സ്, അത് ബദാം കുറച്ച് തരിതരിപ്പായി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പും 50 ഗ്രാം ആൽമണ്ട്സും തരിതരിപ്പായി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ചേർക്കും. പിന്നെ ഞാൻ കുറച്ച് ചെറിയ കൊച്ചുള്ളി ചേർക്കാൻ പ്ലാനുണ്ട്. അപ്പം നെയ്യിലായിരിക്കും ഇത് 3 കാര്യങ്ങളും കൂടി വറുത്ത് ചേർക്കുന്നത്. പിന്നെ കുറച്ച് പാൽപ്പുട്ടല്ലേ, അപ്പോൾ ഇച്ചിരി പാലിൻ്റെ അംശം വേണമല്ലോ, അതുകൊണ്ട് കുറച്ച് മിൽക്ക് പൗഡറും കൂടി ചേർക്കും. അപ്പം പിന്നെ ഉണ്ടാക്കി തുടങ്ങാം അല്ലേ. ഓക്കെ, അടുപ്പ് കത്തിക്കട്ടെ. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ നെയ്യിലൊന്ന് സോട്ട് ചെയ്യാം. വേറൊന്നുമല്ല, കൊച്ചുള്ളിയും ലാസ്റ്റ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആൽമണ്ട്സും അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കാം. കുറച്ച് നെയ്യ് ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കാം. നെയ്യ് ചൂടായി. ഇതൊരു 6 കൊച്ചുള്ളി ഉണ്ട്, വട്ടത്തിന് അരിഞ്ഞത്. ഉള്ളിയുടെ കളർ ചെറുതായി മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്താ ചേട്ടാ, ലാസ്റ്റ് തീ ഏതാണ്ട് ഓഫ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന തരിതരിപ്പായിട്ടോ കേട്ടോ പൊടിച്ചത് അണ്ടിപ്പരിപ്പും നമ്മുടെ ബദാമും ഇനി തീ ഓഫ് ചെയ്യാം. ഓൾമോസ്റ്റ് തീ ഓഫ് ചെയ്തിട്ട് ചെയ്താലും മതി, ഇട്ടിട്ട് ഓഫ് ചെയ്താലും മതി. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയിക്കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ പുട്ടിൻ്റെ പൊടി മിക്സ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം ചേർക്കും. മതി, കഴിഞ്ഞിട്ടൊന്ന് തണുക്കട്ടെ. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ബേസിനോ താലമോ എന്തെങ്കിലും എടുക്കാം. പുട്ടിൻ്റെ പൊടി 1.5 കപ്പ് അരിപ്പൊടി, പുട്ടിൻ്റെ മാവ് അതാണ് കറക്റ്റ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇത് വെള്ളമൊക്കെ ചേർത്ത് നനച്ച് വരുമ്പോൾ നന്നായിട്ട് പൊലിച്ച് വരും, ഒരുപാടുണ്ടാവും. ഇതിനകത്തേക്ക് ഇത് പാൽപ്പുട്ടാണല്ലോ, അപ്പോൾ പാൽപ്പൊടി വേണം. മിൽക്ക് പൗഡർ ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കാം. അങ്ങനെ പാലിൻ്റെ ഫ്ലേവർ ധാരാളമായിട്ട് കയറിയിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ച ആൽമണ്ട് പൗഡർ ആൻഡ് തരിതരിപ്പായി പൊടിച്ച നട്ട്സ്, കാഷ്യൂനട്ട് ആൻഡ് ആൽമണ്ട്സ്, കൊച്ചുള്ളി. നല്ല റിച്ച് പുട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ നല്ല കാര്യങ്ങളാണ് ചേർത്തിരിക്കുന്നത്. ആഹാ. ഇനി ഉപ്പ് എന്ന് പറയുന്ന കാര്യം നമ്മളിപ്പോൾ ചേർത്തു. ലാസ്റ്റ് വേണമെങ്കിലും നോക്കിയിട്ട് എക്സ്ട്രാ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് ശരിക്കും പറഞ്ഞപ്പോൾ കൊച്ചുള്ളിയുടെയൊക്കെ ഫ്ലേവർ, ആ നെയ്യിൽ വറുത്ത കൊച്ചുള്ളി, ആ നെയ്യ് ഫ്ലേവറും ഒക്കെ നന്നായിട്ട് ഇറങ്ങും. ഇനി വേണമെങ്കിൽ കുറച്ച് തേങ്ങ ചിരകിയത് എക്സ്ട്രാ വേണമെങ്കിൽ ഇതിനകത്തും ചേർക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടാനും ഉപയോഗിക്കാം. ഞാൻ പക്ഷേ തേങ്ങ ഇടയ്ക്ക് ചേർക്കുന്നില്ല. ഇനി ഇതിൽ സാധാരണ നോർമലായിട്ട് വെള്ളത്തിൽ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്ന ആ ഒരു രീതിയിൽ നനച്ചെടുക്കാം. അപ്പോൾ ഈക്വലായിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയി കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചിട്ടാണ് ചെയ്യേണ്ടത്. നമുക്ക് വെള്ളം ഒഴിച്ചു തുടങ്ങാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം ഒഴിച്ച് മിക്സ് ചെയ്യും. ഇപ്പോൾ പലതരം പുട്ടുപൊടി മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇത് നല്ല തരിയുള്ള ടൈപ്പ്, എന്താ പറയുക, നല്ല പൊലിക്കുന്ന ടൈപ്പ് പുട്ടുപൊടിയാണ്. ഇത് ഞാൻ മേടിച്ചാണ്, സ്വന്തമായിട്ട് പൊടിച്ചെടുത്തതല്ല. അപ്പോൾ നല്ലതായിട്ട് ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഉപ്പുമാവ് മാതിരി ഇരിക്കുന്നല്ലേ. യെസ്, ഏതാണ്ടൊരു 1/2 കപ്പ് വെള്ളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഓൾമോസ്റ്റ് എന്ന് പറയാം. ഇനി ഇത് മാറ്റി വയ്ക്കാം, ഒന്ന് കുതിരട്ടെ. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും നമുക്ക് പുട്ടിൻ്റെ വെള്ളം കുടത്തിൽ തിളയ്ക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി റെഡി, പാൽപ്പുട്ടിൻ്റെ. അപ്പോൾ ഇതിൽ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, പാൽപ്പൊടിയുണ്ട്, ബാക്കി കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം വേണമെങ്കിൽ.
നിർബന്ധമില്ല. നമ്മളിപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയുടെ കൂടെ കഴിക്കാനാണെങ്കിലും ഓക്കെയാണ്. പഞ്ചസാരയും കൂടി ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൈഡ് ഡിഷ് പോലും ആവശ്യമില്ല. ആക്ച്വലി പറഞ്ഞാൽ ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. കുടത്തിൽ വെള്ളം വെക്കാൻ പോണു. കൈ കഴുകട്ടെ. ചിരട്ടപ്പുട്ട് ഞാൻ ഇതുവരെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. നമ്മുടെ ഈ അടുക്കളയിൽ ഞാൻ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ചിരട്ടയിൽ ഉണ്ടാക്കാം. ചിരട്ട എന്ന് വെച്ചാൽ എന്താ, സ്റ്റീലിൻ്റെ ചിരട്ട ഷേപ്പ്. പിന്നെ പുട്ടുകുറ്റിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, രണ്ട് രീതിയിൽ നോക്കാം. ആദ്യം നമുക്ക് ചിരട്ടപ്പുട്ട് മോൾഡിലേക്ക് കുറച്ച് തേങ്ങ, അപ്പോൾ അടിഭാഗത്ത് നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇത് അപ്സൈഡ് ഡൗൺ ആയിട്ടാണല്ലോ നമ്മൾ കമിഴ്ത്തുന്നത്, അപ്പോൾ തേങ്ങ മേളിൽ വരും. അത് മേളിൽ തേങ്ങ ഇടണമെങ്കിൽ ഇടാം. ദേ കണ്ടോ, ആവി ഈസ് കമ്മിങ്. വയ്ക്കാം. ഇത് ദേ നോക്കിയേ, ആവി വന്നു തുടങ്ങി. ഇനി എന്താ ചെയ്യാം, ആദ്യത്തെ ഒരു പുട്ട് എടുക്കാം. എന്നിട്ട് ഞാൻ അടുപ്പ് അങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കി പുട്ടും ഉണ്ടാക്കാം ഒരു സൈഡിൽ. ഓക്കെ, ആദ്യത്തെ പുട്ട് ആവി പറക്കുന്ന ചിരട്ടപ്പുട്ടിനെ നമുക്ക് കമിഴ്ത്താം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചിരട്ടപ്പുട്ട് റെഡി. ഇനി സാധാരണ പുട്ടുകുറ്റിയിൽ അതും ഉണ്ടാക്കാം. നടുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടച്ചു. ഇനി വെയിറ്റിംഗ്. അത് ഒരു സൈഡിൽ നടക്കട്ടെ. ഒരു സൈഡിൽ പുട്ട് മേക്കിങ് നടക്കും. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കാം. ഒരു മധുരം ആണ്. നമുക്ക് റോബസ്റ്റ പഴം, അത്യാവശ്യം നല്ല പഴുത്തതാണെങ്കിൽ ഏറ്റവും നല്ലത് റോബസ്റ്റ പഴം. അപ്പോൾ ഇനി ചെറിയൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ആദ്യം. ഇത് പഴം പാൽ മധുരം ഉണ്ടാക്കാൻ പോണു. ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ്. ഇത് ഞാൻ റോബസ്റ്റ പഴത്തിലാണ് ഇത് ചെയ്യുന്നത്. ഏത് പഴത്തിൽ വേണമെങ്കിലും ആകാം, ഏത്തപ്പഴമോ അതല്ലെങ്കിൽ ഇനി സ്വീറ്റ് നമുക്കിഷ്ടമുള്ള പഴം. ഒരു 3 മീഡിയം സൈസാണ് എടുത്തത്. ഇത് പെട്ടെന്ന് തന്നെ വാടി കുഴഞ്ഞൊക്കെ വരുന്ന സംഭവമാണ്. റോബസ്റ്റയ്ക്ക് കുറച്ചൊരു ഫ്ലേവർ കൂടി ഉണ്ടല്ലോ, നല്ലൊരു മണം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ നെയ്യിൽ വഴറ്റാം. ഇതിലേക്ക് മധുരം എന്ന് പറഞ്ഞ ഓപ്ഷന് നമുക്ക് പല രീതിയിൽ ചെയ്യാം. പഞ്ചസാരയിൽ ചെയ്യാം, ശർക്കരയിൽ ചെയ്യാം, കരിപ്പട്ടിയിൽ ചെയ്യാം. പക്ഷേ പനങ്കൽക്കണ്ട് ഒരു നല്ല ഓപ്ഷനാണ്. കുറച്ചുകൂടി ഹെൽത്തി വേർഷനാണ് പനങ്കൽക്കണ്ട്. ഇവിടെ ഇപ്പോൾ കുഞ്ഞിന് വേണ്ടി പനങ്കൽക്കണ്ടൊക്കെ ധാരാളം വാങ്ങി വെക്കുന്നത് കൊണ്ട് സ്റ്റോക്കുണ്ട്. ഞാൻ വിചാരിക്കുന്നു കുറച്ച് പനങ്കൽക്കണ്ട് കൂടി ചേർക്കാം മധുരത്തിന്. ഒരു 1/2 കപ്പോളം. എന്തായാലും മധുരം, പഴത്തിനൊരു മധുരമുണ്ട്. ഇനി ഇത് അലിഞ്ഞതിൻ്റെ കൂടെ ചേരണം. അതിന് ഇച്ചിരി വെള്ളം കൂടി ചേർക്കാം. പനങ്കൽക്കണ്ട് അലിഞ്ഞ് കിട്ടും. ഇത് ബൈ ദ ടൈം ഇത് വേഗവും ചെയ്യും. മധുരം ആവശ്യാനുസരണമാണ്. 1/2 കപ്പ് മുതൽ 3/4 കപ്പോ എത്രയാണ് വേണ്ടത് അതനുസരിച്ചിട്ട്. പനങ്കൽക്കണ്ടെല്ലാം അലിഞ്ഞു. പഴമൊക്കെ ഏതാണ്ട് വെന്ത് കഴിഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സരസ്വതി മോളുടെ. അടിപൊളി. മോളുണ്ട് ഇപ്പോൾ കിച്ചണിൽ. ആഹാ, നമ്മൾ മധുരം ഉണ്ടാക്കുന്ന മോള് കണ്ടത്. ഇനി ഇതിലേക്ക് ഇത് മോൾക്ക് വേണമെങ്കിലും കഴിക്കാം. ഇത് ഞാൻ തീ അല്പം കുറയ്ക്കുന്നു. എന്നിട്ട് ഇത് പാലാണ്. ഈ പാലെന്ന് പറഞ്ഞാൽ പാൽപ്പൊടി കലക്കിയത് തന്നെയാണ്. 1 കപ്പോളം പാൽ. ഇത് മിൽക്ക് പൗഡർ കലക്കിയതാണ്. നമ്മുടെ മിൽക്ക് പൗഡർ കലക്കി 1 കപ്പ് ഒഴിച്ചു. അതല്ല പശുപാലാണെങ്കിലും ഒഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഒരല്പം പാൽ ഞാൻ ആ 1 കപ്പിൽ നിന്ന് മാറ്റി വെച്ചിരുന്നു. അതിലേക്ക് കുറച്ച് റാഗി പൗഡർ, കൂവരകിൻ്റെ പൊടി, അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല, കുറച്ചൊന്ന് കലക്കി ഒഴിക്കണം. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കും ആകും. ടേസ്റ്റ് ഒരു വേറെ ലെവലിലേക്ക് കിട്ടും. ഈ
ഇപ്പം എല്ലാം മോളുടെ കാര്യങ്ങൾ വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഇപ്പോൾ റാഗി പൗഡർ പോളുടെ പനകൽക്കണ്ട് പോളുടേത് അതറിഞ്ഞിട്ടാണ് തോന്നുന്നു സരസ്വതി പോളുന്നത് എൻ്റെ ചുറ്റുവട്ടത്തും തന്നെ ഉണ്ട്. എൻ്റെ റാഗി പൊടി, എൻ്റെ പനകൽക്കണ്ടെല്ലാം അമ്മാമ്മ എടുത്തിട്ട് പോയി. ആ സോറി മോളെ, എടുത്തു. ആ ഇത് റെഡി. ഇനി ഒരല്പം നെയ്യും കൂടി ഒഴിച്ചിട്ട് അത് ഫിനിഷ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇതെല്ലാം ടേസ്റ്റിന് എക്സ്ട്രാ ചേർക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇത്രയും നെയ്യൊന്നും ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അങ്ങനെ നമ്മുടെ പഴം പാൽ മധുരം മിക്സ് റെഡി. ഇത് നമ്മുടെ പാൽപുട്ടിൻ്റെ കൂടെ നല്ലൊരു കോംബോ ആയിരിക്കും. കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ഇതിനകത്ത് ചേർത്താൽ മതി. പുട്ടിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, പുട്ടിൻ്റെ പൊടിയില്ല. കുറച്ച് ഏലക്കാപ്പൊടി കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പഴം മധുരം മിക്സ് റെഡി. പഴം പാൽ മധുരം. പിന്നെ ഈ പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ തിളപ്പിക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ല. ലാസ്റ്റായിട്ട് നമ്മൾ പാലൊഴിച്ച് ചെറിയ ഇതിൽ ഒഴിച്ചിട്ട് ആ കൂരവ് ഇലക്കി ഒഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി മിക്സ് ചെയ്ത പാലായിട്ട് തന്നെ ഒഴിച്ചാലും മതി. അല്ലെങ്കിൽ കൂരവ് ഞാനിപ്പോൾ ലാസ്റ്റ് ഒഴിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ ആ പാൽ ഒഴിക്കുന്ന സമയത്ത് തന്നെ അരിപ്പൊടിയോ കൂരകോ എന്തെങ്കിലും മിക്സ്, അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ കോൺഫ്ലവർ ആയാലും മതി, അതെ, അല്ലെങ്കിൽ ഇച്ചിരി ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല. നമ്മുടെ ഒരു കുറ്റി, വലിയ കുറ്റി ഈസ് റെഡി. ഓക്കെ, കുത്തിയിടാൻ പോണു. പുട്ടുണ്ടാക്കൽ ദ്രുതഗതിയിൽ നടക്കുന്നു. ഇത് വീണ്ടും ഒരു ചിരട്ടപ്പുട്ട്. നേരത്തെ അല്ലാതെ 2 പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ 2 ചിരട്ടപ്പുട്ടും 2 സാധാരണ നമ്മുടെ പുട്ടുകുറ്റിയിലെ പുട്ടും കൂടി ചേർത്തിട്ട് ടോട്ടൽ നമുക്ക് 4 പുട്ട് കിട്ടി. ഓക്കെ, ആഹാ, നൈസ് ബ്യൂട്ടിഫുൾ പുട്ട്. അപ്പോൾ 2 ഈ വലിയ സൈസിലെ പുട്ടിൻ്റെ ആ അളവും പിന്നെ 2 ചിരട്ട പുട്ടും കിട്ടി. 1.5 കപ്പ് മാവിലാണ് നമ്മൾ ചെയ്തത്, അരിപ്പൊടിയിൽ. ഇത് സിംഗിൾ എടുത്ത് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ കൂടെ നമ്മൾ പഴം പാൽ മധുരം, അതെന്ത് കോമ്പിനേഷൻ അറിയോ, നല്ല ടേസ്റ്റാണ്. അതെ, നോക്കിക്കോളൂ. നമ്മുടെ റോബസ്റ്റ പഴം നല്ല ലാവിഷായിട്ട് ഒഴിച്ച് കഴിക്കാം. അലങ്കാരമായിട്ട് തന്നെ ഉപയോഗിക്കാം. ഇത്രയൊക്കെ വേണമെന്നുള്ളതാണ് ആവശ്യാനുസരണം. ഓക്കെ, ഈ രീതിയിൽ. അങ്ങനെ നമ്മുടെ പാൽപുട്ട് പഴം പാൽ മധുരം കൂട്ടി ഒന്ന് കഴിച്ചാലോ. നല്ലൊരു കോമ്പിനേഷനാണ്, നോക്കിക്കോളൂ. നല്ല സോഫ്റ്റാണ് പുട്ട്, കണ്ടോ. ഈ പുട്ടിൽ ചെറിയ ആ ഒരു ചെറിയ ഉള്ളിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. ചൂട് ചൂട് പുട്ട്. ആഹാ, വായിലേക്ക് വയ്ക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് സ്വാദ് കിട്ടി തുടങ്ങി. മണം അടിക്കുമ്പോഴേ ചെറിയൊരു ഉള്ളിയുടെ ഒക്കെ നെയ്യിൽ വറുത്ത ടേസ്റ്റും പാൽപ്പുട്ടും പഴം പാൽ മധുരവും സൂപ്പർ കോമ്പിനേഷൻ. ഇടയ്ക്ക് നട്ട്സൊക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട്. ഗുഡ്. ഒരുപാട് നേരം കഥ പറഞ്ഞ് നിൽക്കാൻ സമയമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ ഒരു യാത്രയാണ്. ബാക്കി അറേഞ്ച്മെൻറ്റ്സൊക്കെ ആയിക്കഴിഞ്ഞു. ഉച്ചയോടുകൂടി ഞാൻ എറണാകുളത്തേക്ക് പോകുന്നു. നമ്മുടെ സെക്കൻഡ് ഹോമിലേക്കാണ് യാത്ര. കുറേയേറെ വിശേഷങ്ങളുണ്ട്. കൊച്ചി പോയിട്ട് കുറേ നാളായി. എൻ്റെ ആരോഗ്യ ഇഷ്യൂസൊക്കെ വന്നതിന് ശേഷം, കാല് ഡിസ്ക് പ്രോബ്ലമൊക്കെ വന്നതിന് ശേഷം ഇതുവരെ കൊച്ചിയിലൊന്നും പോയില്ലോ. കൊച്ചി പോകേണ്ട ആവശ്യമുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ 2 ദിവസം കൊച്ചിയിലുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ സന്തോഷം. കാണുക ഈ വീഡിയോയുടെ ബാക്കി ഭാഗവും കൂടി. ഓക്കെ, അങ്ങനെ നമ്മുടെ കൊച്ചിയിലെ സെക്കൻഡ് ഹോമിലെത്തി നിൽക്കുന്നു. ഇങ്ങോട്ട് വരാനായിട്ട് പ്രത്യേക കാരണമുണ്ട്. നമ്മുടെ ഈ റെസ്റ്റിംഗ് പീരീഡ് എല്ലാം കഴിഞ്ഞിട്ട്, മെഡിക്കൽ ഇഷ്യൂസ് കഴിഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് ലോങ് ട്രിപ്പാണ്. ഇന്നൊരു അവാർഡ് ഫംഗ്ഷന് പോകണു ലീ മെറിഡിയൻ ഹോട്ടലിൽ. അത് പെഗാസസിൻ്റെ ഒരു അവാർഡ് ഫംഗ്ഷനാണ്. അപ്പോൾ എനിക്കൊരു അവാർഡുണ്ട്. അപ്പോൾ അത് വാങ്ങാനായിട്ട് പോകണം. അപ്പോൾ ഒരു 11 മണിക്കാണ് ഫംഗ്ഷൻ. അപ്പോൾ ഞാൻ ഏതാണ്ട് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് നോക്കിക്കോളും. ഇതാണ് എൻ്റെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാറ്റിലാണ് ഞാൻ പോകുന്നത്. ഇനി ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ ഇന്നത്തെ ദിവസം അവാർഡ് കാര്യങ്ങളൊക്കെ, പിന്നെ വൈകുന്നേരം വെളിയിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിരിക്കാം. നാളെ ഇവിടെ ഒരു ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് മെയിനായിട്ട് നമ്മുടെ ഈ കിച്ചണിലേക്ക് തന്നെയാണ്. നമ്മുടെ സെക്കൻഡ് റൂമിലെ ഈ കിച്ചൺ തന്നെ വേണം എന്നാണ് പറഞ്ഞത്.
അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട്. ഇത് മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ ആൻഡ് നെസ്ലെ മിൽക്ക് മീറ്റ് അവരുടെ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ഒരു കമേഴ്ഷ്യലാണിത്. 20 സെക്കൻഡ്സിൻ്റെ രണ്ടെണ്ണം. അപ്പോൾ അത് ഇച്ചിരി നല്ല പണിയാണ്. അപ്പോൾ അത് നാളെ ആയിരിക്കും. അപ്പോൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രം ഡൽഹി വരുന്നുണ്ട്. ഡൽഹിയിൽ നിന്നാണ് അവർ വരുന്നത്. അപ്പോൾ അവരുടെ എല്ലാം മേൽനോട്ടത്തിൽ ഇപ്പോൾ നാളെ ഒരു വലിയ പ്രോഗ്രാമാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോകും. അപ്പോൾ ഇതാണ് എൻ്റെ ഈ യാത്രയുടെ ഉദ്ദേശം. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ പോകാൻ സമയമാകുന്നു, ഇറങ്ങണ്ടേ. അങ്ങനെ കൃത്യസമയത്ത് തന്നെ നമ്മുടെ സെക്കൻഡ് റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങി. ഓർഗനൈസേഴ്സ് എന്നോട് ഒരു കാര്യം മാത്രമാണ് കേട്ടോ ആവശ്യപ്പെട്ടത്. അപ്പോൾ പെഗാസസിൻ്റെ എല്ലാ ഇവൻറ്റ്സും കൃത്യസമയത്ത് തന്നെ തുടങ്ങുന്ന ആൾക്കാരാണ്. അതിന് മുന്നേ എത്താൻ ശ്രമിക്കണമെന്ന് എന്നോട് ഒരു റിക്വസ്റ്റ് പറഞ്ഞിരുന്നു. എനിക്കും അങ്ങനെ സമയത്ത് എത്തണം എന്നുള്ള കൂട്ടത്തിലാണ്, അങ്ങനെ താമസിച്ച് പോകുന്ന ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. എന്തായാലും ഒരു ട്രാഫിക് ജാമെല്ലാം മനസ്സിൽ കാണണമല്ലോ. കൊച്ചിയിലെ ട്രാഫിക്കാണ്, അറിയില്ലല്ലോ. നമ്മൾ കൃത്യസമയത്ത് എത്തിക്കഴിഞ്ഞു. ഹോട്ടൽ ലീ മെറിഡിയൻ്റെ മുന്നിലെത്തി. ഇവിടുത്തെ കൺവെൻഷൻ സെൻറ്ററിലാണ് ഇന്നത്തെ പ്രോഗ്രാം നടക്കുന്നത്. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ശ്രീ അജിത് രവി പെഗാസസ്, അതായത് ചീഫ് എഡിറ്റർ ഓഫ് യുണീക്ക് ടൈംസ്, ഇതിൻ്റെ ഓർഗനൈസിങ്ങിൻ്റെ ഏറ്റവും പ്രധാന ആൾ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു, അദ്ദേഹം റിസീവ് ചെയ്യാൻ. അതോടൊപ്പം ഞാൻ എത്തിയ സമയത്ത് തന്നെ ചീഫ് ഗസ്റ്റും വന്നതും ഒന്നിച്ച് തന്നെയാണ്. ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് ശ്രീ ജിജി മാമൻ. അദ്ദേഹമാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് CEO ഓഫ് സാധാൻ. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശ്രീ ജിജി മാമൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പഴയ ഒരു ഫാമിലി ഫ്രണ്ടാണ്. ഈ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ബോയിച്ചേട്ടൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ്. മാത്രമല്ല ജിജി മാമൻ്റെ ഫാമിലി ഞാൻ പറഞ്ഞല്ലോ ഫാമിലി ഫ്രണ്ട്സാണ് പണ്ട് തൊട്ടേ. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. ബോയിച്ചേട്ടനും ജിജി മാമനും ഒക്കെ സൈനിക് സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതിൻ്റെ സന്തോഷമൊക്കെ പങ്കിട്ട് ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് ഉള്ളിലേക്ക് പോയത്, വെന്യൂയിലേക്ക്. ഹാളിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ കൺവെൻഷൻ സെൻറ്ററിൻ്റെ അകത്ത് നല്ല സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആണ്. എങ്കിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള റിഹേഴ്സലൊക്കെ നടക്കുകയാണ്. കാര്യം മിസ്സിസ് കേരളയൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇവർ ഉച്ചയ്ക്ക് ശേഷം പെഗാസസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ്, അങ്ങനത്തെ കാര്യങ്ങൾ, റാമ്പ് വാക്ക്, അതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉള്ളിലേക്ക് പോയത്. കാരണം നമ്മൾക്ക് വെയിറ്റിങ്ങിന് കുറച്ച് അകത്തേക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തേക്ക് ഇരിക്കാമെന്ന് വിചാരിച്ചു. കാരണം പ്രോഗ്രാം തുടങ്ങുമ്പോൾ മാത്രം നമ്മൾ ഹാളിൻ്റെ അവിടെ വന്നാൽ മതിയല്ലോ. എല്ലാ അവാർഡീസും എത്താനുണ്ട്. അപ്പോൾ ഞാൻ അകത്തേക്ക് ചെന്നപ്പോൾ തന്നെ ഒരു അവാർഡി അവിടെ വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രത്തു നിന്നുള്ള ആൾ തന്നെയാണ്. റൈറ്റർ കാറ്റഗറിയിലുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് ശ്രീമതി ഗിരിജ സേതുനാഥനാണ്. അപ്പോൾ ഗിരിജ ചേച്ചി ഹസ്ബൻഡും ഓൾറെഡി എത്തിക്കഴിഞ്ഞു ട്രിവാൻഡ്രത്തു നിന്ന്. ഗിരിജ ചേച്ചി ഫാമിലിയും ഇതുപോലെ തന്നെയാണ്, നമ്മൾ പഴയ ഫാമിലി ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിലും എപ്പോഴും ഒന്നും കാണാറില്ലല്ലോ. അപ്പോൾ ഇവിടെ വെച്ച് വീണ്ടും കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുന്നു, ചായയൊക്കെ കുടിച്ചിട്ടിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ബാക്കി അവാർഡീസും വരും. എന്തായാലും ഇപ്പോൾ 9 മണി പോലും ആയിട്ടില്ല കേട്ടോ. 9:30ക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോഗ്രാം തുടങ്ങാൻ സമയമായി. ഞങ്ങളെല്ലാവരും തന്നെ ഹാളിലേക്ക്, പ്രധാന വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. സ്റ്റേജിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആദ്യമേ തന്നെ അവാർഡ്സ് കൊടുക്കുക എന്നുള്ള ചടങ്ങാണ്. ഇത് യുണീക്ക് ടൈംസിൻ്റെ വിമൻസ് എക്സലൻസ് അവാർഡാണ് ഇന്നിവിടെ സമ്മാനിക്കുന്നത്. സമൂഹത്തിൻ്റെ പല കാറ്റഗറിയിൽ നിന്നായിട്ട് 12 വനിതകൾക്കാണ് ഈ വിമൻസ് എക്സലൻസ് അവാർഡ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ അവാർഡീസ് എല്ലാവരും തന്നെ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ ആയിട്ട് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു, അവാർഡ് കൊടുക്കുന്നു, പിന്നെ 2 വാക്ക് സംസാരിക്കുന്നു. പിന്നെ ഓരോരുത്തരുടെയും പ്രൊഫൈല് അവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, അനൗൺസ്മെൻ്റ് ഉണ്ട്, പിന്നെ വോയിസ് ഓവറോടുകൂടി അത് പറയുന്നുണ്ട്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇതെല്ലാം തന്നെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. At the Center for Advanced Legal Studies, an institution affiliated with the University of Kerala. Her academic journey includes pivotal roles, such as Principal of Kerala Law Academy Law College from 2011 to 2017, and earlier roles as a professor and lecturer in law at the same institution. Additionally, she is a chef and television presenter, having hosted Magic Oven and Flavors of India, authored several cookbooks,
was a news anchor on Doordarshan from 1986 to 1988 and served on the Kerala State Film Censor Board in 2005. Renowned for her significant contributions to legal education, she has played a crucial role in promoting legal awareness and has pioneered innovative approaches that have profoundly impacted legal studies in the region. Manappuram Finance Limited presents Unique Times Women's Excellence Award, bestows Dr. Lakshmi Nair with the Excellence in Multifaceted Career Achievement Award. അപ്പോൾ എൻ്റെ സമയമായി ഞാനും സ്റ്റേജിലേക്ക് കയറുന്നു അവാർഡ് സ്വീകരിക്കാനായിട്ട്. അഭിമാന നിമിഷം തന്നെയാണ്. എത്ര ചെറുതായാലും വലുതായാലും അവാർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു അംഗീകാരമാണ്. അത് എല്ലാവർക്കും സന്തോഷം നൽകുന്ന അനുഭവം തന്നെയാണ്. ശ്രീ ജിജി മാമൻ എൻ്റെ കയ്യിൽ നിന്നാണ് അവാർഡ് സ്വീകരിക്കുന്നത്. കൂടെ മറ്റൊരു പ്രധാന ചീഫ് ഗസ്റ്റ് പ്രശസ്തനായ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ തോമസ് വർഗീസാണ്. അപ്പോൾ ഇവർ രണ്ടാളുമാണ് ഇങ്ങനെ അവാർഡ് കൊടുക്കുന്നതും മെമൻറ്റോ ഒക്കെ തരുന്നത്. പിന്നെ ഒരു ചെറിയൊരു എന്താ പറയുക, സ്പീച്ചൊന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും എന്താ പറയാനുള്ളത് അത് അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഫ്യൂ വേർഡ്സിൽ സംസാരിക്കുന്നു. Thank you so much for the organizers. I'd like to thank firstly the Pegasus. അപ്പോൾ എൻ്റെ അവാർഡ് സ്വീകരിച്ച് ഞാൻ 2 വാക്ക് സംസാരിച്ചിട്ട് തിരിച്ച് എൻ്റെ സീറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു പെഗാസസ് ഈവൻറ്റ്സ് ആൻഡ് യുണീക്ക് ടൈംസ് ഇങ്ങനൊരു അവാർഡ് തന്നതിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ബാക്കി അവാർഡീസും എല്ലാം എന്നെപ്പോലെ തന്നെ സ്റ്റേജിൽ പോയിട്ട് അവാർഡൊക്കെ വാങ്ങി അവരും 2 വാക്ക് സംസാരിച്ചിട്ട് എല്ലാവരും അവരവരുടെ സീറ്റിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഓഫ് ദി പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു കോൺക്ലേവാണ് 2024. അതായത് ഒരു പാനൽ ഡിസ്കഷൻ പോലെ. ടോപ്പിക് ഇത്രയേ ഉള്ളൂ, ഓൺട്രപ്രണർഷിപ്പ് ആസ് എ ടൂൾ ഫോർ വിമൻ എംപവർമെൻ്റ് ആണ്. അപ്പോൾ കുറച്ച് നമ്മൾ ഈ അവാർഡീസ് കുറച്ച് പേര് സ്റ്റേജിൽ ഇരുന്നിട്ട് ഇതിനൊരു മോഡറേറ്ററും ഉണ്ട്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇതാണ് വിഷയം, ആ ടോപ്പിക്കിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അങ്ങനെ ഒരു ചർച്ച എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു ചർച്ചയും കൂടി കഴിഞ്ഞിട്ട് ഒരു നല്ല ലഞ്ചോടുകൂടിയാണ് ഈ ഒരു പ്രോഗ്രാം സമാപിച്ചത്. ഇനി ഉച്ചയ്ക്ക് ശേഷം അവർക്ക് അവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊരു ബിഗ് ഇവൻ്റാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തൊരു ഗംഭീര പരിപാടി തന്നെയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അപ്രിസിയേഷൻ തോന്നി ഈ ഒരു പ്രോഗ്രാം നന്നായിട്ട് കണ്ടക്ട് ചെയ്തതിൽ. അപ്പോൾ യുണീക്ക് ടൈംസിൻ്റെ ഇത് എക്സലൻസ് അവാർഡ് ഇതാണ്. നല്ല ഭംഗിയുള്ളൊരു അവാർഡ് അല്ലേ, നല്ല ഒരു സംഭവം. ഇറ്റ്സ് നൈസ്, നല്ല മനോഹരമായി. ഇനി ഇത് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ സെക്കൻഡ് റൂമിലെ വീട്ടിൽ വയ്ക്കാം, ഇത് സൂക്ഷിച്ച്. ഇനി കുറേ കാര്യങ്ങളുണ്ട്. ഇനി ഇവിടെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അതായത് നാളത്തെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ ആദ്യം ഒരു കടയിൽ വന്നിട്ട് ചെറിയ ക്രോക്കറീസ് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ കുറച്ച് ആക്സസറീസ്, മാല, വള, കമ്മൽ, ഗുഡ്വില്ലൊന്ന് പോകണം. അതെല്ലാം മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലെന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് റൂം. അപ്പോൾ നാളത്തെ ഷൂട്ടിന് വേണ്ടിയിട്ട് കുറച്ച് പാത്രങ്ങൾ, പിന്നെന്താ പറയുക, പ്ലേറ്റ്സ്, ബൗള്, സ്പൂണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വാങ്ങണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കടയിലേക്ക് വന്നത്. ഇവിടെ കുറേ കളക്ഷൻ ഉണ്ട്. പക്ഷെ നമ്മളുടെ ഈ ഒരു ആഡ് ഷൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ നാളെ നടക്കാൻ പോകുന്നത്. മാഗിയുടെയും നെസ്ലെ മിൽക്ക് മീഡും കൂടി ചേർന്നപ്പോൾ വളരെ ആഡ് ഷൂട്ട് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വളരെ സ്പെസിഫിക്കാണ് അവരുടെ എല്ലാ കാര്യങ്ങളും, ഇൻസ്ട്രക്ഷൻസും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് കളറിലെ പ്ലേറ്റ് വേണം, ഏത് സൈസിലെ പ്ലേറ്റ് വേണം, ഏത് സ്പൂൺ വേണം, ഏത് ബൗള് വേണം, എല്ലാത്തിനും ഒരു കളർ കോഡും എന്താ പറയുക ഇൻസ്ട്രക്ഷൻസും ഒക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് ട്രിവാൻഡ്രത്തുനിന്ന് കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ വന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ അത് തപ്പി നടക്കുകയാണ്. ഇതിനകത്ത് ഇച്ചിരി പാടാണ് കേട്ടോ അത് കണ്ടുപിടിക്കാനും കിട്ടാനും. ഒരുപാട് സാധനങ്ങളും പാത്രങ്ങളും ഒക്കെ ഉള്ളപ്പോൾ എൻ്റെ അറ്റൻഷനും ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകണേ. ഞാൻ സാധാരണയായിട്ട് ഭയങ്കര ഷോപ്പിംഗ് ഒരു ക്രേസുള്ള ആളാണ്. അപ്പോൾ പാത്രങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ വാങ്ങുന്നൊരു കൂട്ടത്തില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിനാണ് വന്നത്. എങ്കിലും എൻ്റെ അറ്റൻഷൻ ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട്. പല കാര്യങ്ങൾ കാണുമ്പോൾ കൂട്ടത്തിൽ അതും വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഇങ്ങനെ നടക്കുകയാണ്. എന്തായാലും കുറച്ച് സമയം കൂടുതലെടുത്തു. അവരെ കുറച്ച് സഹായിച്ചു അവിടുത്തെ സ്റ്റാഫെല്ലാം, എവിടെ നിന്ന് എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ പറ്റുന്ന പോലെയൊക്കെ സെലക്ട് ചെയ്തൊക്കെ തന്നു. കിട്ടിയതെല്ലാം മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കണ്ടു നടക്കുന്നതും എനിക്കിഷ്ടമാണ്. വാങ്ങുക, കാണുക, ഇതൊക്കെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ എന്തായാലും വാങ്ങിയ കാര്യങ്ങളെല്ലാം ബില്ലിംഗ് സെക്ഷനിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു. ഇനി അതെല്ലാം പൈസയൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെ ഒരു ചെറിയ പർച്ചേസും കഴിഞ്ഞ് തിരിച്ച് കാറിലേക്ക്
ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഒരുങ്ങാനുള്ള കാര്യങ്ങളാണ്. സാരീസ് 2 അവർ അപ്രൂവ് ചെയ്ത സാരീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട ആക്സസറീസ്, കമ്മല്, മാല, വള അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കാര്യമായിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഗുഡ്വില്ലാണ്. ഇവിടെ എറണാകുളം വന്നു കഴിഞ്ഞാൽ ഗുഡ്വിൽ കളക്ഷൻസിൽ പോകുന്നത് എനിക്കിഷ്ടമാണ്. അവിടെ നല്ല കളക്ഷൻ ഉണ്ട്, ഇഷ്ടം പോലെ മാല, കമ്മൽ, വള, എനിക്കൊന്നും പറയാൻ അറിയില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതെ, അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ വിൻഡോ ഷോപ്പിംഗ് തന്നെ നടത്താം. ആ ഷോപ്പിൻ്റെ വെളിയിൽ തന്നെ ഡിസ്പ്ലേ ഇങ്ങനെ ആ ഗ്ലാസ്സിലൂടെ നമുക്ക് കാണാം ഡിസ്പ്ലേക്ക്. ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്. അത് തന്നെ കണ്ട് കുറച്ച് നേരം നടക്കാനുണ്ട് കേട്ടോ. പുറമേ നിന്ന് തന്നെ ഇപ്പോൾ അകത്ത് കയറണ്ട കടയ്ക്കകത്ത്. ഇനി കടയ്ക്കകത്തേക്ക് കയറാം. അകത്ത് കയറിയാലും അതേ മേളിലേക്ക് നോക്കും, റൂഫിൽ വരെ ഇങ്ങനെ തൂക്കി ഇട്ടിരിക്കും മാലയും കമ്മലും എന്താ പറയണ്ടേ വളയും ഒക്കെ. ഒരു വലിയൊരു ഷോപ്പാണ് കേട്ടോ. അത് അവർ പണ്ട് തൊട്ട് ഞാൻ വരുന്നൊരു കടയാണ്. ഇതിനെക്കാട്ടിലും ചെറിയൊരു ഷോപ്പിലായിരുന്നു അവർ ആദ്യം. ആ സമയം തൊട്ട് ഞാൻ വരാറുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി വിപുലീകരിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് അവർ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു ഗുഡ്വില്ലിൻ്റെ ഇങ്ങനത്തെ ഷോപ്പ്. എനിക്കറിയില്ല, ഉണ്ടോയെന്ന് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോണത് അറിയില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രമല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളും വാങ്ങിച്ചുകൊണ്ടിരിക്കും. എനിക്കിവിടെ വളരെ സ്പെസിഫിക്കാണ് ഇവിടെയും ആവശ്യങ്ങൾ. കാര്യം എൻ്റെ കയ്യിലിരിക്കുന്ന കളറിലുള്ള ആ 2 സാരീസ് നാളത്തെ ഷൂട്ടിനുള്ള അതിന് വേണ്ടിയിട്ടുള്ള മാച്ചിങ് കമ്മൽ, മാല, വള അങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷേ ഭയങ്കര ഷോയി ആയിട്ടുള്ള പീസസ് വേണ്ട, അറിയാമല്ലോ. ആഡ് ഷൂട്ട്സ് ആകുമ്പോൾ വളരെ സട്ടിലായിട്ടുള്ള ചെറിയ ഭയങ്കര ഒരു സ്ട്രൈക്കിംഗ് ആവരുത്, അതേസമയം എലഗൻ്റ് ആയിരിക്കും വേണം. അങ്ങനെ കണ്ടുപിടിച്ചെടുക്കാനാണ് ഏറ്റവും പാട്. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നു. ഇവിടുത്തെ സ്റ്റാഫ് വളരെ ഫ്രണ്ട്ലിയാണ്. അവരിങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 1-2 പേര് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് വേണമെന്നില്ല, സിമ്പിളായിരിക്കണം, ഒത്തിരി പൈസ ആകരുത്, അങ്ങനെ ഒരു കണ്ടീഷൻസിലാണ് നമ്മൾ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് കിട്ടാനും പാടാണ്. എന്നാൽ ഒരുപാട് ലൗഡായിട്ട് വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഓരോ ഷൂട്ടും ഓരോ ടൈപ്പാണല്ലോ. അപ്പോൾ പേർപ്പസ് അനുസരിച്ചിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങേണ്ടത്. എന്തായാലും ഏകദേശമൊക്കെ ഓടി നടന്ന് കണ്ടുപിടിച്ച് ഇതേ ഫൈനലി കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കുറേ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കി ആൻഡ് ഓരോ സെക്ഷനിലായിട്ടാണ്. വളയുടെ ഭാഗത്ത് പോകണം, മാലയുടെ ഭാഗത്ത് പോകണം, കമ്മലിൻ്റെ ഭാഗത്ത് പോകണം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി നെയിൽ പോളിഷ്, റിമൂവർ, കോട്ടൺ എല്ലാം വാങ്ങണം. നെയിലിൻ്റെ മേളിൽ ആദ്യം ഒരു ക്ലിയർ പോളിഷ് ഇട്ടിട്ടാണ് കളർ ഇടുന്നത്. എല്ലാ കാര്യങ്ങളും വേണം. അത് ഈ ഷോപ്പിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇവരുടെ തന്നെ ഒരു നെയിൽ പോളിഷിൻ്റെയൊക്കെ വേറെ ഒരു സെക്ഷനുണ്ട്, അവിടെ പോയിട്ട് അതും വാങ്ങണം. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും ഇതിനകത്ത് നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് സമയമാകും. അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി ദേ പുറത്തോട്ട് ഇറങ്ങുന്നു. ഇപ്പോൾ രാത്രിയായി, ഇനി എന്തു പറയാനാണ്, കട അടച്ചു പോകുന്ന പോലെയാണ് ഞാൻ പോണത്. ഇനി തിരിച്ച് വന്നിട്ടാണ് ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടത്. ഇന്നലെ തന്നെ രാത്രി വളരെ വൈകിയാണ് ഞാൻ എത്തിയത്, ഏർലി മോർണിംഗ് ആണ് എത്തിയത്. അപ്പോൾ തന്നെ ഉറങ്ങാൻ വളരെ കുറച്ച് സമയം കിട്ടിയുള്ളൂ. ലേറ്റ് നൈറ്റ് എന്ന് പറയാം, ഏർലി മോർണിംഗ് എന്ന് ഞാൻ പറയുന്നില്ല, ലേറ്റ് നൈറ്റ്. അപ്പോൾ ഇന്നും ലേറ്റായി. ഇനിയിപ്പോൾ ചെന്ന് കുറച്ച് റെസ്റ്റ് എടുക്കുക, കുളിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടൊന്ന് ഉറങ്ങിയാലേ നാളെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ടീമെല്ലാം എത്തിയിട്ടുണ്ട്. മേക്കപ്പ് ടീം വന്നിട്ടുണ്ട്. മേക്കപ്പിൻ്റെ നമ്മുടെ കിരൺ തന്നെയാണ്. കിരൺ മേക്കപ്പ് എല്ലാം ഇട്ട് തുടങ്ങി. പിന്നെ സാരിയുടെ ഇതൊക്കെ തേക്കാണ്, ഫോൾഡൊക്കെ തേച്ച് ബ്ലൗസൊക്കെ തേച്ച് ഒന്നുകൂടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്രാവശ്യം നമ്മൾ 2-3 ആൾക്കാർ മാത്രമല്ല, പിന്നെ ക്യാമറ ടീമൊക്കെ ഓൾമോസ്റ്റ് വന്നിട്ട് അവരും ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാഗിയുടെ 20 seconds, മാഗി ആൻഡ് നെസ്ലെ രണ്ടിനെയും കൂടെ മിക്സാണ്. 2 20 seconds ആഡാണ് എടുക്കുന്നത്. അതിന് വേണ്ട തയ്യാറെടുപ്പിലാണ് രാവിലെ തന്നെ. എല്ലാം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കിരൺ, ഗംഭീരമായിട്ട്. ഇനി മുടിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം, സാരി കൊടുക്കാൻ പോകും. അതെല്ലാം കഴിഞ്ഞിട്ട് മുടി സെറ്റിങ്, പൊട്ട്, ലാസ്റ്റ് ഫൈനൽ, പിന്നെ ആക്സസറീസ്. ഓക്കെ, ബെഡെല്ലാം കുളമായി കിടക്കണം. ഉടുക്കാനുള്ള സാരീസൊക്കെ തേച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ 2 സാരിയാണ് കേട്ടോ, ഒന്ന് ഇത് ഇത് അവർ അപ്രൂവ് ചെയ്ത സാരീസ്, പിന്നെ ആക്സസറീസൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുവാണ്. കുഴപ്പമില്ല, ഇന്നലെ ഗുഡ്വില്ലിൽ നിന്ന് വാങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ഓക്കെ, പുറത്ത് അത്യാവശ്യം വെയിലായി. ഓക്കെ.
തിരക്കില്ല. യെസ്, ഇതാണ് ഇപ്പോഴത്തെ സമയം. ഒരു 11:30 കഴിഞ്ഞു കേട്ടോ. മാഗിയുടെ സൈഡിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ് വരുന്നുണ്ട്. അവരും കൂടി വന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഒരാൾ വരുന്നു എന്ന് പറഞ്ഞു. ഇതിൽ ഇപ്രാവശ്യം ഫുഡിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആഡാണെങ്കിൽ ആ ഫുഡിനാണ് കൂടുതൽ ഫോക്കസ്. ഈ 20 സെക്കൻഡ്സിൽ കൂടുതൽ കാണിക്കുന്ന കാര്യങ്ങൾ അതുതന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഫുഡ് സ്റ്റൈലിസ്റ്റും കൂടി ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം. അതുകൊണ്ട് ആ ഗംഭീരമായിട്ടൊരു ആഡ് എന്ന് പറയുമ്പോൾ ഫുഡ് സ്റ്റൈലിസ്റ്റ് മസ്റ്റാണ് കേട്ടോ. എന്നാലേ ആ ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. നമ്മൾ സാധാരണ വയ്ക്കുന്ന പോലെ അലങ്കാരമൊന്നും അല്ലല്ലോ വേണ്ടത്. വ്യത്യസ്തമാണ്, വളരെ കളർഫുൾ ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടികളുമൊക്കെ തയ്യാറെടുപ്പുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഫ്ലോ ഉള്ള സാധനം കിട്ടണം. നമ്മൾ ഒരു സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ നല്ലതായിട്ട്. അപ്പോൾ ഏജൻസിയുടെ ആൾക്കാർ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവർക്കും പല കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസ് തരാനുണ്ട്. അപ്പോൾ 20 സെക്കൻഡിൻ്റെ ഒരു കോണ്ടൻറ്റാണ് നമ്മൾ എടുക്കുന്നത്. അത് ഒന്നല്ല 2 എണ്ണം. പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. ആഡ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ ബോംബെ പോയി ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇതിപ്പം അത്രയും ആളും ബഹളമൊന്നും ഇല്ലാണ്ടാണ് ചെയ്യുന്നതെങ്കിലും ഏതാണ്ട് അതേപോലെ തന്നെ ഒരു നല്ലൊരു കോണ്ടൻറ്റാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. ഒരു 1.5 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒരു വീഡിയോ ചെയ്യുന്നതിനെക്കാട്ടിലും പാടാണ് ഈ 20 സെക്കൻഡ്സിൻ്റെ ആഡിന് വേണ്ടി ചെയ്യുന്നത്. ഡിസേർട്സ് ഉണ്ടാക്കാനുള്ള എളുപ്പവഴികൾ തേടുകയാണോ? ഡിസേർട്സ് ഉണ്ടാക്കാനുള്ള എളുപ്പവഴികൾ തേടുകയാണോ? ഡിസേർട്സ് ഉണ്ടാക്കാനുള്ള എളുപ്പവഴികൾ തേടുകയാണ്. ഡിസേർട്സ് ഉണ്ടാക്കാനുള്ള എളുപ്പവഴികൾ തേടുകയാണ്. ക്ലയൻസ് എന്ന് പറഞ്ഞാൽ മാഗിയും നെസ്ലെ മിൽക്ക് മെയ്ഡും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ അവരുടെ ഏജൻസിയുടെ ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതേസമയം ഏജൻസിയുടെ ആൾക്കാർ ഓരോ ഷോട്ടും നമ്മൾ കഴിയുന്നത് എടുത്ത് വെക്കുന്നത് അപ്പോൾ അവരുടെ ക്ലയൻറ്റിന് അയച്ചു കൊടുത്തിട്ട് എന്താ പറയുക വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നു. പിന്നെ അവർ വീഡിയോ കോളിൽ വരുന്നു. എന്നിട്ട് അവർ അപ്രൂവ് ചെയ്തിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു റിട്ടേൺ സ്ക്രിപ്റ്റ് ഉണ്ട്, ഫുൾ സ്റ്റോറി ബോർഡ് ഉണ്ട്. അതെല്ലാം നോക്കിയിട്ട് ആ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടേ ഫ്രെയിം ബൈ ഫ്രെയിം പോകാൻ പറ്റുള്ളൂ. ഓരോ പിക്ചറും ഓരോ ഫ്രെയിമും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സമയമെടുത്ത് ചെയ്യുന്നത്. Running out of time anyway. Yeah. Now the second one, small starring, that is enough, no? The second one doesn't has anything. Like No, that was just those shots are not there. So just a conversation, 1 or 2, and voicing. Just some shots of this close, this scanning thing. so in that shot, basically what we do is we just Yeah, this one, and then we just focus on it. Yes. Yeah. Then there is more finished products in the top and the 2 angles. Like just take one take. Yeah. Only one take. Possible. Yes. One small amount, and then we can. No. it's only seeing. What? അപ്പോൾ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് 20 സെക്കൻഡ്സിന് 3 ഡിസേർട്ട് ഐറ്റംസാണ്, 3 പുഡിങ്സാണ്. അതിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ മാഗിയുടെ അതും ഉണ്ടാകും, നെസ്ലയുടെ മിൽക്ക് മെയ്ഡും കൂടി ചേർന്ന് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റും ഞാൻ പറയേണ്ട കാര്യങ്ങളും. അപ്പോൾ ഇതിൽ ശരിക്കും ടെക്നിക്കൽ പെർഫെക്ഷനും വേണം, അതേസമയം നമ്മുടെ പെർഫോമൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പെർഫെക്ഷനും വേണം. അപ്പോൾ കുറച്ച് ടെൻഷനുള്ള പണിയാണ് കേട്ടോ. കുറേ കട്ടൊക്കെ എടുത്ത് കട്ടും ടേക്കും റീടേക്കും റീഷൂട്ടും ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ എല്ലാവരും തന്നെ വളരെ ഇൻവോൾവ് ആയിട്ടാണ് നിൽക്കുന്നത്. അത് സമയം എടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇടയ്ക്കൊരു ലഞ്ച് ബ്രേക്ക് എടുത്തു, ഞങ്ങൾ ഭക്ഷണവും കഴിക്കുന്നുണ്ട്. അതും കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഈ ഷൂട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇതേ വൈകുന്നേരമായി. അപ്പോഴാണ് ആദ്യത്തെ 20 സെക്കൻഡ്സ് ഇതേ തീർന്നിരിക്കുന്നത്. അത് പക്ഷേ എനിക്ക് തോന്നില്ല താഴെ പ്രശ്നമില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു 2 എണ്ണം വല്ലതും വെച്ചാൽ മതി. ഓക്കെ, എന്തെങ്കിലും ഒരു പാറ്റേൺ കണ്ടിട്ടില്ല ഇവരിൽ ഇങ്ങനെയൊക്കെ വയ്ക്കുന്നത്, ഏതാണ്ട് ഒരു സർക്കുലർ പാറ്റേണിലൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് കോസ്റ്റ്യൂം. നോക്കിപ്പോൾ ഇത്
ഹെയർ സ്റ്റൈൽ മാറ്റി എല്ലാം മാറ്റി. ഇത് 22nd സെക്കൻഡ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് കംപ്ലീറ്റ് നോൺ വെജ് ആണ്. ഫിഷ് മോളി, ചിക്കൻ കറി ആൻഡ് ഓല് വെജ് ആണ്. ഫൈനൽ പ്രോഡക്ട്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ. ആദ്യത്തെ ഇതൊരു കോക്കനട്ട് പുഡിങ്ങാണ്. സമയം നേരത്തെ എഴുപതായിരിക്കും. ഇത് വളരെ ലേറ്റ് നൈറ്റ് ആയിരിക്കും നമ്മുടെ ഷൂട്ടെല്ലാം കഴിയുന്നത്. നാളെ തിരിച്ചു പോകും. Smiling one, Yeah. yeah, that is fine. For this CMP one, we just had this shot. Okay. That way Then, already then a took, yeah. ma'am shot. There's again voiceover. അതെടുത്തു. Yeah, visual breakdown. എനിക്ക് തോന്നുന്നു ആദ്യത്തേതിന് കുറച്ച് കൂടുതൽ സമയമെടുക്കും. അതെപ്പോഴും അങ്ങനെയാണ്. കാര്യം നമ്മൾ ആ ഒരു മൂഡിലേക്ക് കയറണം, നമ്മൾ അതിൽ ആ ഒരു എന്താ പറയണ്ടേ ആ ഒരു ഫ്ലോയിലേക്ക് വരണം. അതിന് ഇച്ചിരി സമയമെടുക്കും. ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ ഫാസ്റ്റാണ്. അപ്പോൾ സെക്കൻഡ് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് സെക്കൻഡ് എപ്പിസോഡ് ഇച്ചിരി കൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ സമയം കുറച്ചേ ആവുള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ചെയ്തു തുടങ്ങുന്നത്. ആ ഒരു റിത്തം ആൻഡ് പാറ്റേണിലേക്ക് നമ്മളെല്ലാവരും കയറി കഴിഞ്ഞു. എങ്കിലും ഈച്ച് ആൻഡ് എവറി ഫ്രെയിം ഈ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുന്നു, അവർ അപ്രൂവ് ചെയ്യുന്നു, ഏജൻസി പോകുന്നു. കറങ്ങി തിരിഞ്ഞപ്പോൾ ഏജൻസിയുടെ ആൾക്കാർ കൂടെ ഉള്ളതുകൊണ്ട് അവർ തന്നെ അതൊക്കെ ചെയ്തോളൂ. എങ്കിലും നമുക്ക് ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷനും ഫോളോ ചെയ്ത് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ. Yeah, so basically we'll take static images, pan shots of each image, and then do 45-degree and a pan shot of together. എന്തായാലും പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞു. ഷൂട്ട് കഴിഞ്ഞു. രാത്രി 12:30 മണിയായി. 12:30 രാവിലെ തുടങ്ങിയതാണ്, 12:30 തീർന്നു. വളരെ ഹെക്റ്റിക്കായിരുന്നു, ഭയങ്കര ടയറിങ് ആയിരുന്നു. ഞാനാണെങ്കിൽ അറിയാമല്ലോ എൻ്റെ കാലിൻ്റെ ഇഷ്യൂ, എൻ്റെ ബാക്ക് പെയിനും എല്ലാം കഴിഞ്ഞിട്ട്, നമ്മുടെ ഡിസ്ക് ഇഷ്യൂവും കാലുവേദന എല്ലാം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ യാത്രയും ഇത്രയും സ്ട്രെയിനുള്ളൊരു ജോലിയും ചെയ്യാണ്. കുറേ നിൽക്കേണ്ടിയൊക്കെ വന്ന് ഇടയ്ക്ക് ഇരുന്നാൽ പോലും ഒരുപാട് സ്ട്രെയിൻ എടുത്തു. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഫിസിക്കൽ എക്സർഷൻ ഉണ്ടായി, എന്നാലും സാരമില്ല, ഒരു സാറ്റിസ്ഫാക്ഷനുണ്ട്, സന്തോഷമാണ്. കാര്യം അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചല്ലോ. പിന്നെ ഇനിയുള്ളത് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളാണ്, എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളും, മ്യൂസിക്, അതെല്ലാം ഇനി അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ആണ് ഇനി അതും ചെയ്യേണ്ടത്. അതിന് സമയമുണ്ട് എന്തായാലും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടന്ന വിശേഷങ്ങൾ. ഞാൻ നിങ്ങളുമായിട്ട് നമ്മുടെ ഈ ഒരു യാത്രയും ഇവിടെ നടന്ന വിശേഷങ്ങളും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തത് തൊട്ട് തുടങ്ങിയ ഒരു വീഡിയോ ആണിത്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കട്ടെ ഈ ഓരോ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, കാര്യങ്ങൾ, കമൻറ്റ്സ് എല്ലാം കമൻറ്റ് ബോക്സിലേക്ക് വന്ന് പറയുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.